എന്തുകൊണ്ട് നമ്മൾ തോറ്റു ഉത്തമ എന്ന ചോദ്യത്തിന് ജനങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങിയെന്നാണ് തോന്നുന്നത് എന്ന മറുപടി. സന്ദേശം എന്ന സിനിമ കാലഹരണപ്പെട്ടതാണ് എന്നാണ് പൊതുവെ ഇടതു ബുദ്ധിജീവികളുടെ വിലയിരുത്തലുള്ളത്. പക്ഷേ സന്ദേശം കാലാതിവർത്തിയാണെന്ന് ഈ തെരഞ്ഞെടുപ്പും തെളിയിച്ചു കഴിഞ്ഞു. എന്തുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ തോറ്റു? അതിനെക്കുറിച്ച് ഒന്ന് വസ്തുതാപരമായ വിലയിരുത്തൽ നടത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. വീഡിയോയിലേക്ക് മുഴുവൻ സുഹൃത്തുക്കൾക്കും സ്വാഗതം. തോൽവിയുടെ പ്രധാന കാരണമായി പറയാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. സർക്കാരിൻ്റെ മുഖമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങളാണ് രണ്ടാം പിണറായി സർക്കാരിൽ കഴിഞ്ഞ 3 വർഷമായി പ്രത്യേകിച്ച് ഉയർന്നു വന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഏറ്റവും ചെറിയ കാര്യം പറഞ്ഞാൽ പോലീസ്, മുഖ്യമന്ത്രി ഭരിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ കുത്തഴിഞ്ഞ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രി പ്രസംഗിച്ച മൈക്ക് കേടായി എന്ന് പറഞ്ഞ് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ പോലും കേസെടുക്കാൻ നടത്തിയ നീക്കങ്ങൾ, സാധാരണക്കാരായ നിരവധി മനുഷ്യർ വിമർശനത്തിന് അതീതരല്ലാത്ത മുഖ്യമന്ത്രിയെ വിമർശിച്ചപ്പോൾ അതിനെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ കേസെടുത്തത് തുടങ്ങി നിരവധി സംഭവങ്ങളുടെ പെരുമഴക്കാലമാണ്. അത് ഫലത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടി ധാർഷ്ട്യത്തിൻ്റെ തുടർച്ചയായി കുത്തഴിഞ്ഞ ഭരണ സംവിധാനമായി മാറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറി. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ കുറിച്ചാണ്. മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നു എന്ന തോന്നൽ ജനങ്ങളിലേക്ക് ഉണ്ടാകുന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി. പ്രത്യേകിച്ച് സീനിയർ മന്ത്രിമാരെ എല്ലാവരെയും ഒഴിവാക്കി ഇപ്പോൾ മന്ത്രിസഭയിലേക്ക് എത്താൻ സീനിയോറിറ്റിയുള്ള തൊട്ടിപ്പുറത്തെ ഷംസീറിനെ പോലെയുള്ളവരെ പോലും ഒഴിവാക്കിയാണ് റിയാസിനെ മന്ത്രിസഭയിലേക്ക് എടുത്തത്. ആ മന്ത്രിയിലേക്ക് അധികാരങ്ങൾ കേന്ദ്രീകരിക്കുന്നു. സർക്കാർ പറയേണ്ട പല മറുപടികളും സീനിയറായിട്ടുള്ള റിയാസിനേക്കാൾ സീനിയറായിട്ടുള്ള പല മന്ത്രിമാരുണ്ടെങ്കിലും റിയാസ് മറുപടി പറയുന്ന നിലയിലേക്ക് വന്നതോടെ അധികാരം റിയാസിലാണ് കേന്ദ്രീകരിക്കുന്നത് എന്ന തോന്നൽ വന്നു. മാത്രവുമല്ല, കുടുംബാധിപത്യമാണ്. മാസപ്പടി വിവാദമടക്കമുള്ള കുടുംബാധിപത്യത്തിൽ കൃത്യമായ മറുപടി പറയാനും മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മുഹമ്മദ് റിയാസോ വീണ വിജയനോ ഒന്നും തയ്യാറാകാത്തതും ജനങ്ങളിൽ സംശയം ഉണ്ടാക്കി. മാത്രവുമല്ല, അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും റിയാസ് ആകാനുള്ള സാധ്യതയുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. അതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്, ഫലത്തിൽ മുസ്ലിം പ്രീണനം എന്ന നിലയിലേക്ക് കൂടി ഇതിൻ്റെ പ്രചരണം നീണ്ടുപോയി. BJP ഉൾപ്പെടെയുള്ള കക്ഷികൾ അടുത്ത മുസ്ലിം മുഖ്യമന്ത്രി എന്ന നിലയിലേക്ക് മുഹമ്മദ് റിയാസ് വന്നാൽ എന്ന തരത്തിലുള്ള പ്രചരണവുമായി മുന്നോട്ട് പോയി. CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കേരളത്തിൽ നടത്തില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ അതിൽ യാതൊരു വസ്തുതയില്ല എന്ന് വിവരം വെച്ച ജനങ്ങൾക്ക് മനസ്സിലായി. തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണെങ്കിൽ പോലും CAA ബംഗാളിലടക്കം നടപ്പാക്കുന്നതും കണ്ടു. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഈ പ്രചരണങ്ങളൊക്കെ കള്ളമാണ് എന്ന തോന്നലിലേക്ക് ജനങ്ങളെത്തി. കൃത്യമായി മുസ്ലിം വോട്ടുകൾ പിടിക്കാനായി തന്നെ CAA വിഷയത്തിൽ കുറച്ച് സമ്മേളനങ്ങൾ നടത്തിയതടക്കം അതിൻ്റെ വിശ്വാസ്യത ഫലത്തിൽ CPM എന്ന മതേതര പാർട്ടിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുകയും ഫലത്തിൽ അത് തൊട്ടിപ്പുറത്തേക്ക് ഹിന്ദു വോട്ടുകൾ, CPMലുള്ള ഹിന്ദു വോട്ടുകൾ പോലും ചോർന്നു പോകുന്നതിനും വളരെ പ്രധാനപ്പെട്ടൊരു കാരണമായി മാറി. മുഹമ്മദ് റിയാസ് മാത്രമല്ല, മറ്റു പല മന്ത്രിമാരുടെയും പ്രവർത്തനങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്ക് പാർട്ടിയെ നേരായി കൊണ്ടുപോകേണ്ട പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തർക്കുത്തരം പറയുക എന്നതിനപ്പുറത്തേക്ക് അതിനോട് സെൻസിബിളായ, അതായത് ഇത് മാധ്യമപ്രവർത്തകരെയാണ് പേടിപ്പിക്കുന്നതെന്നായിരിക്കും MV ഗോവിന്ദനോ CPM അണികളോ വിചാരിച്ചിരുന്നത്. പക്ഷേ ജനങ്ങൾക്ക് മുന്നിലേക്കാണ് ഈ പ്രതികരണങ്ങൾ പോകുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ മറന്നുപോയി. കണ്ടതിനെല്ലാം ജനങ്ങളുടെ ഒരു സെൻസിബിളായിട്ടുള്ള അവരുടെ ബുദ്ധിക്ക് നിരക്കാത്ത ഉത്തരങ്ങളിലൂടെ ധാർഷ്ട്യത്തോടെ പെരുമാറി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും CPMൻ്റെ തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ടുണ്ട്. കോടിയേരി ബാലകൃഷ്ണൻ എങ്ങനെയായിരുന്നു പെരുമാറിയിരുന്നത് എന്ന് ഒരുപക്ഷെ ഇപ്പോൾ CPM അണികളെങ്കിലും ഓർക്കുന്നുണ്ടാകും. EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഇടപെടലാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടി പോലും EP ജയരാജനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് മറുപടി പോലും പറയേണ്ടി വന്നു. അതായത് CPMൻ്റെ ഏറ്റവും വലിയ പ്രചരണം രാജ്യത്തെ കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ദല്ലാൽ നന്ദകുമാറിൻ്റെ വെളിപ്പെടുത്തലോടെ EP ജയരാജൻ തന്നെ BJPയിലേക്ക് പോകാൻ ഒരു നീക്കം നടത്തി എന്ന വെളിപ്പെടുത്തൽ, അത് കേവലം ദല്ലാളിൻ്റെ വെളിപ്പെടുത്തൽ എന്നുള്ളതിനപ്പുറത്തേക്ക് മുഖ്യമന്ത്രി തന്നെ
ഈ കൂട്ടുകെട്ട് ശരിയല്ല ഇ പിയുടേത് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതോടെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിൽ അപ്പുറത്തേക്ക് ഇ പിയെ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നത് അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഒപ്പം തന്നെ മന്ത്രിസഭയിൽ നിന്നുമൊക്കെ സീനിയർ നേതാക്കൾ ഒഴിവാക്കപ്പെട്ടത് സി പി എമ്മിനുള്ളിൽ അസ്വസ്ഥതയുണ്ടാകുന്നതിന് പ്രധാന കാരണമായി. ഒരുപക്ഷെ മട്ടന്നൂരും ധർമ്മടത്തുമൊക്കെ സി പി എം വോട്ടുകൾ 60,000 വോട്ട് ഭൂരിപക്ഷം ലഭിച്ച ഇ പി ജയരാജൻ്റെ മുൻ മണ്ഡലമായ മട്ടന്നൂരിൽ കേവലം 3,000-ലേക്ക് ചുരുങ്ങിയതും പാർട്ടി അണികൾക്കിടയിലുള്ള അസ്വസ്ഥതയുടെ കൂടി, അതായത് കേഡർ വോട്ടുകൾ കുറഞ്ഞു പോയതിൻ്റെ കൃത്യമായ തെളിവുകൾ കൂടിയായി. എത്രയോ പ്രഗത്ഭരായ മികച്ച മന്ത്രിമാരുണ്ടായിരുന്ന കഴിഞ്ഞ മന്ത്രിസഭ, ജി സുധാകരനെ പോലെ ഗംഭീരമായി പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിസഭ, അത്തരം മന്ത്രിമാരെ മാറ്റി അറിവില്ലാത്ത, പ്രത്യേകിച്ച് അനുഭവ സമ്പത്തില്ലാത്ത, എന്നാൽ അഹങ്കാരം മാത്രം ചൊരിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പറ്റം, അതായത് ആരാണ് മന്ത്രി എന്ന് പോലും പൊതുജനത്തിന് അറിയാത്ത ഏതൊക്കെയോ വകുപ്പുകൾ, അതായത് തങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഭരണാധികാരികൾ ഈ മന്ത്രിസഭയിൽ തുടർന്നു എന്നുള്ളതും അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പിണറായി വിജയനെ അടക്കം ട്രോളിക്കൊണ്ട് ഫലത്തിൽ പിണറായി വിജയനെ സംരക്ഷിക്കുന്നു എന്നാണ് എ കെ ബാലൻ്റെ പ്രസ്താവനകളിൽ നിന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നുന്നത്. പക്ഷേ ഫലത്തിൽ എ കെ ബാലൻ്റെ അടക്കം പ്രസ്താവനകൾ, ഇപ്പോൾ കെട്ടുതാലി പണയം വെച്ചുകൊണ്ടാണ് വീണ വിജയൻ എക്സാലോജിക്ക് കമ്പനി തുടങ്ങിയത് എന്നാണ് എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഫലത്തിൽ അതൊരു ട്രോളായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ പാർട്ടിക്കുള്ളിലുള്ള അസ്വസ്ഥതയുടെ കൃത്യമായ തെളിവുകൾ കൂടിയായി മാറി. കേരളത്തിലെ മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും ഒന്നാകെ അധിക്ഷേപിച്ച് അകറ്റി നിർത്തിയത് പിണറായിയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ തോൽവിക്ക് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ചർച്ച മാത്രം നോക്കിയാൽ മതി. വൈകുന്നേരങ്ങളിലെ വിനു വിജോൻ്റെ ചർച്ചകളെ സി പി എം കടുത്ത ഭാഷയിൽ പുറത്തിരുന്ന് വിമർശിക്കുന്നുണ്ട്. പക്ഷേ ആ ചർച്ചയുടെ സ്പേസ് ജനങ്ങൾ വലിയ രീതിയിൽ കാണുന്നതാണ്. അത് ഫലത്തിലൊരു ഇടത് വിമർശന ചർച്ചയായി, ഇടത് വിമർശകരെ വിളിച്ചിരുത്തി ഏകപക്ഷീയമായി ഫലത്തിൽ ചർച്ച നടത്തുന്നതാണ്. കേരളത്തിലെ ഒരു പൊതുമനസ്സ് ഫലത്തിൽ ഈ ചർച്ച കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. അവിടെ ഇടതുപക്ഷം ഏഷ്യാനെറ്റിനെ ബഹിഷ്കരിച്ചതുകൊണ്ട് തന്നെ ഇടത് അഭിപ്രായം ഇല്ലാതായി മാറുകയും ചെയ്യുന്നു. പൊതുവിൽ മാധ്യമപ്രവർത്തകർ കേരളത്തിലെ നല്ലൊരു ശതമാനം, ഒരു 70% മുകളിൽ മാധ്യമപ്രവർത്തകരെങ്കിലും SFIക്കാരോ ഒക്കെയാണ്. അവരെപ്പോലും വെറുപ്പിക്കുന്ന തരത്തിലേക്ക് മാപ്രവിളികളുമായി മാധ്യമപ്രവർത്തനം ചെയ്യുന്നത് ഏതാണ്ട് അധമ പ്രവർത്തനമാണെന്നും കള്ളത്തരമാണെന്നും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായും അത്തരം മാധ്യമപ്രവർത്തകരെ പോലും വെറുപ്പിക്കുന്ന നിലയിലേക്ക് CPM എത്തി എന്നുള്ളതാണ് ഒരു വസ്തുത. ഇടത് സൈബർ ലോകത്ത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ധാർഷ്ട്യമുണ്ടാകുന്നോ അതിനപ്പുറത്തേക്ക് അഹങ്കാരത്തോടുകൂടി ഒരു തുടർ ഭരണത്തിൻ്റെ മുഴുവൻ അഹങ്കാരങ്ങളും വിളിച്ചു പറയുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി ഇടത് സൈബർ സഖാക്കൾ അഴിഞ്ഞാടിയതും വളരെ പ്രധാനപ്പെട്ട തോൽവിക്കൊരു കാരണമായി. അതായത് പൊതുജനം ഇത് കാണുകയാണ്, ഈ ധാർഷ്ട്യം ഇത് ഇടതുപക്ഷത്തിൻ്റെയും CPMൻ്റെയും ധാർഷ്ട്യമാണ് എന്ന തരത്തിൽ അവർ വിലയിരുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തുന്നു. ഈ ഇടതുപക്ഷ ഫലത്തിൽ ഇടത് സൈബർ സഖാക്കൾ എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലേക്ക് മാധ്യമപ്രവർത്തകരുടെ ചില വലിയ ന്യായീകരണ സംഘങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരുപക്ഷെ KJ ജേക്കബോ KK ഷാഹിനിയോ ഒക്കെ പോലെ പലരും എടുക്കുന്ന പല നിലപാടുകളും സാമാന്യ യുക്തിക്ക് ചേരാത്തതാണ്. അതായത് ഈ ക്യാപ്സ്യൂളുകൾ എന്ന് നമ്മുടെ കണ്ണൂരിൽ നിന്ന് ഉയർന്നു വന്ന ക്യാപ്സ്യൂളുകൾ ഇടും, അത് നിങ്ങൾ പ്രചരിപ്പിക്കണമെന്ന് പറഞ്ഞ പോലെ ക്യാപ്സ്യൂളുകൾ ഇറക്കുന്നതിന് കുഴപ്പമില്ല. അത് പക്ഷേ പൊതുജനത്തിൻ്റെ യുക്തിക്ക് നിരക്കാത്തതാകരുത്. ഇപ്പോൾ സർക്കാരിനെ ന്യായീകരിക്കാൻ വേണ്ടിയുള്ള ന്യായീകരണ തൊഴിലാളികളായി മാറുന്നത് പൊതുജനത്തിന് സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം അവരുടെ സാമാന്യ യുക്തിയെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ ന്യായീകരിക്കുന്നതിൽ കുഴപ്പമില്ല, അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയണം. പക്ഷേ കണ്ണടച്ചുകൊണ്ട്, അതായത് ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരം ന്യായീകരണങ്ങൾ. കേവലം ന്യായീകരണം മാത്രമല്ല, വളരെ ആഭാസവശവും സൈബർ അറ്റാക്കുകളും ഒക്കെ നിറഞ്ഞുകൊണ്ട്, അതായത് എപ്പോഴും തങ്ങൾ ചെയ്യുന്നത് മാത്രമാണ് ശരി എന്ന് പറയും, എപ്പോഴും ഇരട്ടത്താപ്പ് നിലപാടുകൾ. ഇപ്പോൾ തന്നെ കേരളത്തിൽ സുരേഷ് ഗോപി ജയിച്ചതുകൊണ്ട് തൃശ്ശൂരിലെ ജനങ്ങളെ അങ്ങ് ചീത്തവിളിയാണ് ഇടത് സൈബർ സഖാക്കളിൽ പലരും. പക്ഷേ അതിനു മുൻപ് വരെ UPയിലെ
ജനങ്ങളായിരുന്നു പൊട്ടന്മാരും മണ്ടന്മാരും മഠയന്മാരും ഒക്കെ. പക്ഷേ ഇപ്പോൾ യു പിയിലെ ജനങ്ങൾ ഹീറോകളാകുന്നു. ഇതേ അഭിപ്രായം പറയുന്നത് ഒരേ ആളുകളാണ് എന്നുള്ളതാണ് ഇവിടുത്തെ വ്യത്യസ്തത. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അതായത് ഇത് ജനം കാണുകയും ജനം മനസ്സിലാക്കുകയും ചെയ്യുകയാണ്. ഈ ജനങ്ങൾ മണ്ടന്മാരല്ല, അവർക്ക് വിവരം വെച്ച് തുടങ്ങി എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അത് ഇതുമായി ബന്ധപ്പെട്ടാണ്. നവകേരള സദസ്സാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ തോൽവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. നവകേരള സദസ്സ് ഒരു ആഡംബര യാത്രയാണ് എന്ന പ്രചരണം ആദ്യം പ്രതിപക്ഷം ഉന്നയിച്ചു. ഇത്രയധികം മന്ത്രിമാർ മണ്ഡലത്തിലേക്ക് പോയി, പക്ഷേ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന മുദ്രാവാക്യത്തോടു കൂടിയാണ് മുഖ്യമന്ത്രി തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ തുടക്കം മുതൽ സാധാരണക്കാരായി ഈ നാട്ടിലൊരു കരിങ്കൊടി കാണിക്കാൻ ഈ നാട്ടിലെ സാധാരണ പ്രതിപക്ഷത്തിന് കഴിയില്ല, അവൻ്റെ തലയടിച്ച് പൊട്ടിക്കും എന്ന തരത്തിൽ ധാർഷ്ട്യം കാണിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ, സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവർ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ടുണ്ട്. ജനങ്ങളുടെ മുന്നിലെ കാഴ്ചയാണ്. നിങ്ങൾ അതിനുശേഷം ഇത് രക്ഷാപ്രവർത്തനമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരാണ് ഈ നാട്ടിലെ സാധാരണ വോട്ടർമാരെന്ന് പിണറായി വിജയനോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഏതെങ്കിലും ബഹുമാനപ്പെട്ട നേതാക്കൾ കരുതുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അവിടെ തെറ്റുപറ്റി. ജനങ്ങൾ പൊട്ടന്മാരല്ല, ഇതെല്ലാം പ്രധാനപ്പെട്ട കാഴ്ചയാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അത് സർക്കാർ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നു എന്ന പ്രതിപക്ഷ ആരോപണം ഫലത്തിൽ ശരിവെക്കുന്നതാണ്. അതെങ്ങനെയാണ് ശരിവെച്ചത്? അത് മുഖ്യമന്ത്രി തന്നെയാണ് അത് ഫലത്തിൽ അതിനെ ന്യായീകരിച്ചത്. അതായത് നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ, ജനങ്ങളുടെ പരാതി പരിഹരിക്കാൻ പോകുന്നു എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഒരു കോട്ടയൊക്കെ കഴിഞ്ഞ് ആലപ്പുഴ എത്തിയതോടുകൂടി മുഖ്യമന്ത്രി പറയുകയാണ്, ആര് പറഞ്ഞു അങ്ങനെ? ഇത് ജനങ്ങളുടെ പരാതി കേൾക്കാൻ വേണ്ടി മാത്രമാണ്, ജനങ്ങളുടെ അടുത്തേക്ക് പോകാൻ. എന്തിനാണ് ജനങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്? നിങ്ങൾ തിരുവനന്തപുരത്ത് ഇരുന്നാൽ പോരെ. ഇങ്ങനൊരു വണ്ടിയിൽ കയറി ഒരു ടൂറിസ്റ്റ് യാത്ര പോലെ വലിയ ആഡംബര യാത്ര എന്ന് തന്നെ പറയാം. കാരണം ഇത്രയധികം മന്ത്രിമാർ ഓരോ സ്ഥലത്തും പോകുന്നു, താമസിക്കുന്നു, അവരുടെ ചിലവുകൾ, പരിപാടികൾ, ഇതെല്ലാം സർക്കാർ ഫണ്ട് എടുത്താണ് നിങ്ങൾ ചിലവാക്കുന്നത്. എന്നിട്ട് ഇതേ പരിപാടിയിലാണ് നിങ്ങൾ കേന്ദ്ര അവഗണനയെക്കുറിച്ച് പറയുന്നത്. സുപ്രീം കോടതി ഉൾപ്പെടെ അത് തള്ളിക്കളഞ്ഞു. അതായത് നിങ്ങളെക്കാൾ ജനങ്ങൾ BJPയിലെ കേന്ദ്ര സർക്കാരിനെ വിശ്വസിച്ചു എന്നുള്ളത് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ പറയുന്നത്. അങ്ങനെ നവകേരള സദസ്സ് ഒരു സംസ്ഥാനത്തെ തോൽപ്പിക്കാൻ, അതായത് സർക്കാർ ഫണ്ട് എടുത്ത് പുട്ടടിച്ച് നടത്തിയ പ്രചരണത്തെ ജനം വല്ലാതെ എതിർത്തു, വെറുത്തു. അതിന് മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങളും മുഖ്യമന്ത്രിയുടെ ഗൺമാൻ്റെ പ്രതികരണം, തോമസ് ചാഴിക്കാടനെ വേദിയിൽ വെച്ച് അധിക്ഷേപിച്ച അടക്കമുള്ള സംഭവങ്ങൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, KK ശൈലജ ടീച്ചറെ അധിക്ഷേപിച്ചത്, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇതാ നോക്കൂ, കേന്ദ്ര അവഗണന എന്ന് പറഞ്ഞ് നിങ്ങൾ ഫണ്ടിനെ കുറിച്ച് പറഞ്ഞു. സംസ്ഥാന സർക്കാരിൻ്റെ ഫലത്തിലുള്ള ധൂർത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറി. ഇപ്പോൾ കേരളീയം പോലെയുള്ള പല പരിപാടികൾ നടക്കുന്നു, ലോക കേരള സഭ നടത്തുന്നു. ഇതുകൊണ്ട് എന്തു പ്രയോജനം എന്ന ചോദ്യത്തിന് സംസ്ഥാന സർക്കാരിന് ഉത്തരവില്ല. ഇപ്പോൾ പ്രളയം പഠിക്കാൻ വിദേശത്തേക്ക് പോയി തിരിച്ചിവിടെ വന്നപ്പോൾ ഉണ്ടാകുന്ന പ്രളയങ്ങൾ ഇവിടുത്തെ ട്രോളുകളാണ്. എന്ത് പഠിച്ചു, എന്ത് ചെയ്തു എന്ന ചോദ്യം സാധാരണക്കാരൻ ചോദിക്കും. ജനങ്ങളുടെ ഓഡിറ്റ് സർക്കാരിനെതിരെ ഉണ്ടാകും എന്നത്, കാരണം കേരളം പ്രബുദ്ധരായ, രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മനുഷ്യരുടെ നാടാണ് എന്ന് നിങ്ങൾ മറന്നുപോയി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് സംസ്ഥാന സർക്കാരിന് കയ്യിൽ പൈസയില്ല, കേന്ദ്രം തരുന്നില്ല എന്ന് പറയുമ്പോൾ പോലും സുപ്രീം കോടതി ഉൾപ്പെടെ യഥാർത്ഥത്തിൽ വിധി കേന്ദ്രാനുകൂലമാണ്. 10 കോടി ചോദിച്ചിട്ട് സാധാരണ കേന്ദ്രം കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ മേടിച്ചു പൊക്കോ, ബാക്കി കാര്യങ്ങൾ പിന്നെ ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാണ് ആ കേസ് അവസാനിപ്പിച്ചത്. മാത്രവുമല്ല, കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുന്ന സർക്കാർ പല പരിപാടികൾ സംഘടിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ വീടുകളുമായി ബന്ധപ്പെട്ട പലതരത്തിലുള്ള അറ്റകുറ്റപ്പണി, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാതിരുന്നപ്പോൾ ഒരു മന്ത്രിമാരും ശമ്പളം വേണ്ടെന്ന് വെച്ചില്ല. അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ യാത്രാ ചെലവ് ചുരുക്കുകയാണ് എന്ന് ആരും പറഞ്ഞില്ല. ഇങ്ങനെയൊക്കെ വേണമായിരുന്നു ചെലവ് ചുരുക്കൽ. ആദ്യം മന്ത്രിസഭയിൽ നിന്ന് ചെലവ് ചുരുക്കിയിട്ട് വേണമായിരുന്നു ജനങ്ങളുടെ പോക്കറ്റിലേക്ക് കൈയിടാൻ എന്നതാണ് സർക്കാർ ജീവനക്കാരെ അടക്കം വെറുപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി. CPMനേക്കാൾ ജനങ്ങൾ വിശ്വസിച്ചത് BJP ആണ് എന്നുള്ളതാണ്. 11 CPM മണ്ഡലങ്ങളിൽ BJP ഒന്നാമതെത്തി. ഏതാണ്ട് 20 മണ്ഡലങ്ങളിൽ 19 മാത്രമാണ് ആകെ CPM സംസ്ഥാനത്ത് ഒന്നാമതെത്തിയത് എന്നുള്ള കണക്ക് ഞെട്ടിക്കുന്നതാണ്. ഇതുവരെ ഇല്ലാത്ത വമ്പൻ ഞെട്ടലിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഗവർണർ പോരാണ്. പെട്ടെന്ന് നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടാക്കിയേക്കാം. എല്ലാവരും ഗവർണറെ എതിർക്കുകയല്ലേ ചെയ്തത്, SFIയുടെ വിഷയത്തിൽ എതിർക്കുകയല്ലേ ചെയ്തത് എന്നൊക്കെയുള്ളത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗവർണർക്കൊപ്പമായിരുന്നു ജനങ്ങൾ.
സൈബർ സഖാക്കൾ കിടന്ന് ആഞ്ഞടിച്ചു ഫേസ്ബുക്കിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് കാരണം എന്താണ്? അത് ഗവർണർ നടത്തിയ നീക്കിപ്പോൾ മിഠായി തെരുവിൽ അദ്ദേഹം വളരെ സിമ്പിളായി നടന്നത്. അങ്ങനെ മുഖ്യമന്ത്രി പോയി നിൽക്കുമോ എന്ന ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ വലിയ സന്നാഹങ്ങളോടുകൂടിയുള്ള യാത്രകൾ ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ്. ഈ നാട്ടിൽ എന്ത് ഭീഷണിയാണ്? പ്രധാനമന്ത്രി നടക്കുന്നത് പോലെ ഷോയിൽ നടക്കേണ്ട ഒരു നാടാണോ? ഇവിടെ എന്തെങ്കിലും അത്തരത്തിലൊരു മുഖ്യമന്ത്രിക്ക് ഭീഷണിയുണ്ടോ? മുഖ്യമന്ത്രി ആരെങ്കിലും ബോംബ് വെച്ച് കൊല്ലുമോ? ആ ചോദ്യങ്ങൾ അവിടെ പ്രധാനപ്പെട്ടതാണ്, മുഖ്യമന്ത്രിയുടെ ആഡംബരങ്ങൾ. രണ്ടാമത് ഗവർണറിലേക്ക് എത്തുമ്പോൾ ഗവർണർ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങൾ കേരള സമൂഹം ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഒന്ന്, ഇപ്പോൾ ലോകായുക്തയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കുന്ന ബില്ല് എന്തുകൊണ്ടാണ്? ഇപ്പോൾ സർക്കാരിനെതിരെ അടക്കം ലോകായുക്തയിൽ ഗംഭീരമായ പല കേസുകളും പോകുമ്പോൾ അതിനിടെയാണ് ലോകായുക്തയുടെ അധികാരങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. അവിടെയാണ് ഗവർണർ എടുത്തീർത്തത്. അത് സൈബർ സഖാക്കൾ കണ്ടില്ല എന്നുള്ളതാണ്. യൂണിവേഴ്സിറ്റികളിൽ എന്താ പറയുക, അവിടെ സർക്കാർ പിടിമുറുക്കാൻ ഒരുങ്ങുന്നു എന്ന് ജനത്തിന് ബോധ്യമായി ഗവർണർ പറഞ്ഞപ്പോൾ ഈ പോര് ഫലത്തിൽ ഗവർണർ കൂടി ഫലത്തിൽ ഒരു ഗംഭീര പ്രതിപക്ഷമായി മാറിയതോടെ അവിടെയും ഇടത് സർക്കാർ വീണു എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് SFI. DYFI എവിടെയും ഉണ്ടായിരുന്നില്ല, പിക്ചറിലെ ഉണ്ടായിരുന്നില്ല എന്നൊരു പരിധി വരെ പറയാം. പക്ഷേ SFIയും ആർഷോയും ഒക്കെ നടത്തിയ നീക്കങ്ങൾ, പ്രകടനങ്ങൾ ഫലത്തിൽ സർക്കാരിനെ തോൽപ്പിക്കുന്നതിൽ, ജനങ്ങളിൽ സർക്കാർ വിരുദ്ധ നിലപാടുണ്ടാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഗവർണർക്കെതിരെയുള്ള പോരിൽ തന്നെ കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ പോലീസുകാരൻ മോനെ ആർഷോ ഞാനാടാ വിളിക്കുന്നത് വാടാ എന്ന് പറഞ്ഞു പോകുമ്പോൾ SFIയോടുള്ള പോലീസിൻ്റെ സമീപനവും അവിടെ മറ്റ് പ്രതിപക്ഷ കക്ഷികളെ അടിച്ചോട്ടിക്കുന്ന പോലീസിനെയും നമ്മൾ കണ്ട്. ജനങ്ങൾ ഇത് കാണുകയാണ്, ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകും സാർ. അവിടെയാണ് പ്രശ്നം. മാത്രവുമല്ല, വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൽ SFIക്കുള്ള പ്രാഥമികമായ പങ്ക്, അതിനെയും SFI ഫലത്തിൽ അങ്ങനെയും സർക്കാരിനെ SFIയും തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനൊപ്പം തന്നെ പറയേണ്ടതാണ് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകൾ, ജനങ്ങളെ ബാധിക്കുന്ന വകുപ്പുകളുടെ കൊടും പരാജയം. ഇപ്പോൾ സപ്ലൈകോയിൽ സാധനം കിട്ടാനില്ല, അവശ്യ സാധനങ്ങളുടെ എല്ലാ സാധനങ്ങളുടെയും വില വൻതോതിൽ വർദ്ധിച്ചത്, സർക്കാരിന് ഒരു തരത്തിലും വിപണിയിൽ ഇടപെടാൻ കഴിയാത്തത്, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, മനുഷ്യനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഉള്ള സർക്കാരിൻ്റെ ജനങ്ങളോടുള്ള വെല്ലുവിളി. ഇതാ പെട്രോളിന് കേന്ദ്ര സർക്കാർ പൈസ കുറച്ചപ്പോൾ, നികുതി കുറച്ചപ്പോൾ കേരളം കൂട്ടി 2 രൂപ പെട്രോളിന് വില കൂട്ടിയ നാടാണ് കേരളം എന്നുള്ളത് സാധാരണ മനുഷ്യൻ കാണും സാർ. അവർക്കിടയിൽ നിങ്ങളോടുള്ള വികാരം കൂടും. നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതായിരിക്കാം, നിങ്ങൾക്ക് എത്രയോ കോടി കിട്ടുന്നുണ്ടാകാം. പക്ഷേ ഇതേ നിങ്ങളാണ് കേന്ദ്രത്തെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്, അവർ പൈസ എടുത്തുകൊണ്ടുപോയി എന്നുള്ളത്. കേന്ദ്രം എടുത്തുകൊണ്ട് പോകുന്ന പൈസയ്ക്ക് ഈ നാട്ടിൽ ഹൈവേ എങ്കിലും ഉണ്ടാക്കുന്നു എന്ന് പറയാം. പക്ഷേ നിങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്? നിങ്ങളുണ്ടാക്കുന്ന സ്കൂളുകൾ പോലും വലിയ തോതിൽ കടം എടുത്ത് കിഫ്ബിയിലൂടെ വൻ പലിശ ഉണ്ടാക്കി വെച്ചിട്ടാണ് കിഫ്ബിയിലൂടെയൊക്കെ സ്കൂളുകളും നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതിനേക്കാൾ ജനം ഇപ്പുറത്തെ റോഡുകളുടെ വികസനത്തെ പോസിറ്റീവായി കാണുന്നുണ്ട് സാർ. മറ്റൊരു പ്രധാനപ്പെട്ട പരാജയം കാർഷിക വകുപ്പ്. ഈ സംസ്ഥാനത്തെ നെൽകർഷകരുടെ പണം തിരിച്ചു കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു, എത്രയോ തവണ അവർ ഈ മനുഷ്യർക്ക് മുന്നിൽ, അതായത് ജനങ്ങൾക്ക് മുന്നിൽ, പാടി ഓഫീസുകൾക്ക് മുന്നിൽ പണം കിട്ടാതെ നെല്ല് സംഭരണം കൃത്യമായി നടക്കുന്നില്ല. അതിനെയും ന്യായീകരണത്തിലൂടെ ഒരു കർഷകർ ആത്മഹത്യ ചെയ്താൽ അയാൾക്ക് വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് തപ്പിയെടുക്കുന്ന സൈബർ സഖാക്കളും പാർട്ടിയും. ഇതാണ് തോൽവിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ഭൂലോക തോൽവിയായി മാറുന്ന വനം വകുപ്പ്. ഈ നാട്ടിലെ മനുഷ്യർ, ഹൈ റേഞ്ചിലെ മനുഷ്യർ, അവർ മൃഗശല്യം കാരണം സാധാരണ അവർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല, അവർക്ക് എന്താ പറയുക, സ്വൈര്യമായി നടക്കാൻ പറ്റുന്നില്ല. എത്രയോ മനുഷ്യരെ മൃഗങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്നു. കാടുകളുടെ അവസ്ഥ ശരിയല്ല. കാടുകളിൽ മൃഗങ്ങൾക്ക് കഴിയാൻ, നാട്ടിൽ മാത്രമല്ല കാട്ടിൽ മൃഗങ്ങൾക്ക് കഴിയാനുള്ള ഭക്ഷണം പോലുമില്ല. ഇതിനെയൊക്കെ സമഗ്രമായി പരിഗണിക്കാൻ ഒന്നും ചെയ്യാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ എന്തോ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ചെയ്യൂ എന്ന് ജനങ്ങൾ ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? അവരും നിങ്ങൾക്കെതിരെ ആഞ്ഞു വോട്ടുകുത്തി സാർ. ധനവകുപ്പ് ഉൾപ്പെടെയുള്ളവരുടെ പരാജയത്തെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തു പറയാൻ? കാരണം ഈ സംസ്ഥാനത്തിൻ്റെ ട്രഷറി എത്രത്തോളം ദുരന്തത്തിലായിട്ടുണ്ട്. അത് കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുമ്പോൾ തൊട്ടിപ്പുറത്ത്
ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ പിരിക്കേണ്ട നികുതി പിരിക്കുന്നുണ്ടോ, സംസ്ഥാനത്തിന് അധിക നികുതി വരുമാനത്തിന് എന്തെങ്കിലും പദ്ധതികളുണ്ടോ? ഇങ്ങനെ ഒരു കാര്യത്തിലും ഒരു ഉത്തരം പറയാൻ സംസ്ഥാന ധനകാര്യ വകുപ്പിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. തൊട്ടിപ്പുറത്ത് വലിയ പ്രതീക്ഷകൾ ഉണ്ടാക്കിയാണ് മുഹമ്മദ് റിയാസ് തുടക്കത്തിൽ ഞാൻ എന്തോ ചെയ്യും എന്ന് പറഞ്ഞു വന്നു. പക്ഷെ പിന്നീട് ഫണ്ടില്ലാതെ വന്നതോടെ റോഡുകളുടെ പ്രവർത്തനമടക്കം പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവതാളത്തിലാകുന്നു. നാഷണൽ ഹൈവേകളുടെ വർക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ്, അരിക്കൊമ്പൻ പോയ പാതയൊക്കെ ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹാസ്യരാകാൻ ഇടത് നേതാക്കൾ നടത്തുന്ന നീക്കം ഇപ്പോൾ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് BJPയുടെ പ്രചരണത്തിൽ ഒരു പരിധിവരെ വിജയിച്ചതാണ്. ഇന്ന പദ്ധതികൾ കേന്ദ്ര ഫണ്ടുണ്ട്. ഇപ്പോൾ കേന്ദ്രം പൈസ തരുന്നില്ല എന്ന് പറയുമ്പോൾ കിറ്റ് കൊടുത്തതും ഫലത്തിൽ കേന്ദ്രത്തിൻ്റെ പൈസ കൊണ്ടാണ് എന്ന് അവർക്ക് പറയാൻ BJP കുറച്ചുകൂടി ശക്തമായി ആ മേഖലയിലെ പ്രചരണം കൃത്യമായി കൊണ്ടുവന്നു എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ അവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ വിശ്വാസ്യത ഫലത്തിൽ നഷ്ടപ്പെടുകയാണ് ചെയ്തത്. പറഞ്ഞാൽ തീരില്ല, എങ്കിലും ഏറ്റവും അവസാന വിഷയമായി ഒന്നുകൂടി പറയുകയാണ്. നിങ്ങൾ ഏഷ്യാനെറ്റ് ചർച്ചയെ ബഹിഷ്കരിച്ച കാര്യം പറഞ്ഞു. ഇനി ചർച്ചകളിൽ പോയിരുന്നാൽ എങ്ങനെയാണ് സാർ മാന്യമായി ഒന്ന് പെരുമാറേണ്ടത് എന്നത് നിങ്ങളുടെ സഖാക്കളെ പഠിപ്പിക്കണം. ജനങ്ങളോട് മുന്നിലാണ് ഈ ന്യായീകരണ ക്യാപ്സ്യൂളുകൾ നടത്തി വെല്ലുവിളികളും ധാർഷ്ട്യത്തോടെയുമുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ജെയ്സി തോമസോ അല്ലെങ്കിൽ അനിൽകുമാറോ അങ്ങനെ ഒരുപാട് നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ, അരുൺകുമാറും സജീഷും അങ്ങനെ ഓരോരുത്തരും നടത്തുന്ന അഹങ്കാരം നിറഞ്ഞ ധാർഷ്ട്യം നിറഞ്ഞ മറുപടികൾ ജനങ്ങളോടാണ് പറയുന്നത് എന്ന് അവരെ ഓർമ്മിപ്പിച്ച ശേഷം ഇനി ടെലിവിഷൻ ചാനൽ ചർച്ചകളിലേക്ക് അവരെ വിടണം സാർ. പറഞ്ഞാൽ തീരില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എന്തുകൊണ്ട് ഇടതുപക്ഷം കേരളത്തിൽ തോറ്റു? കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. ബെൽ ബട്ടൺ, നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി ഉടൻ കാണാം. നന്ദി.